ഹലോ കൂട്ടുകാരി, അങ്ങനെ നിന്റെ ചാനലിൽ മാത്രം പോരാ, എൻ്റെ മണിക്കുട്ടി പ്രസവിക്കുമ്പോൾ അവളുടെ വീഡിയോയിലും നിന്റെ കിളിനാഥം ഒന്ന് പതിയണം എന്നാണ് എൻ്റെ അപ്പൻ എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്ങും ക്വാളിറ്റിയും കണ്ടിട്ട് പലപ്പോഴും ഞാൻ മാറി നിൽക്കാറുണ്ട്. ആടിനെ തീറ്റാനൊക്കെ ഞാൻ പോവാറുണ്ട്, ആടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ആവശ്യം കുറച്ച് കൂടുതലായി പോയില്ലേ എന്ന് എനിക്കൊന്ന് തോന്നി. നമ്മൾ ഇന്ന് മണിക്കുട്ടിയെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കുണ്ടായിരുന്ന ഒരു സിരോഹിയാടിൻ്റെ കുട്ടിയാണ് ഈ മണിക്കുട്ടി എന്ന് പറയുന്നത്. അപ്പനൊഴിച്ച് ബാക്കി എല്ലാവരോടും നല്ല ക്രൂരമായിട്ട് തന്നെയാണ് ഇവള് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ചില നിമിഷങ്ങളിൽ മുട്ടനാണെന്നും കൂടി നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികള് തള്ളി നീക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി നോക്കുമ്പോൾ തള്ളയാട് ഇവളും തമ്മിൽ നല്ല സംഭാഷണമാണ് കേട്ടോ. 149-ാം ദിവസമായി ഈ ദിവസമാണ് താനും പ്രസവിച്ചതെന്നായിരിക്കണം അവളും പറഞ്ഞിട്ടുണ്ടാവുക. ലക്ഷണങ്ങളുടെ അലക്ഷണക്കേടായതുകൊണ്ട് പ്രസവത്തിന്റെ എല്ലാ അപര്യാപ്തമായ ലക്ഷണങ്ങളും കണ്ടതോടെ പ്രസവ വാർഡിലോട്ടൊന്ന് മാറ്റി. സർക്കസ് കാണാനായിട്ട് വന്നവരുടെ മുമ്പിൽ വെറും ഒരു പുച്ഛഭാവമാണ് അവൾ നൽകിയിട്ടുണ്ടായിരുന്നത്. മാന്തലും അലക്കലും ചീറ്റലൊക്കെ ഏകദേശം 3-4 മണിക്കൂർ പോയിട്ടും അതൊന്നും പ്രസവത്തിലോട്ട് നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ച് കൂട്ടിലോട്ട് തന്നെ കയറ്റിയിട്ടു. പിന്നെ കിടക്കണം എന്നൊരു അസ്വസ്ഥത അവൾക്ക് മുന്നിൽ കണ്ടു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പാലൊന്ന് കറന്നു വിട്ടു. പാല് കറന്നതിനെ തുടർന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതോടെയാണ് പ്രസവം നടന്നിട്ടുണ്ടായിരുന്നത്. ഉറക്കമൊക്കെ കുറേ തള്ളി നീക്കി രാത്രികൾ കഴിഞ്ഞതുകൊണ്ട് പ്രസവം കഴിഞ്ഞ് അപ്പനൊന്ന് കൂടെ പോയിരുന്നപ്പോൾ ഒന്ന് ചാരി നിന്നതേ ഉള്ളൂ. അരമണിക്കൂർ അതേ നിപ്പനായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായ കുഞ്ഞ് ന്യൂട്ടനെ കുറിച്ച് പറയുമ്പോൾ ആള് പടി ഇറങ്ങിയത് തന്നെ ഫുൾ എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞ് പ്യുവർ ബ്ലാക്ക് ബീറ്റലാണ്. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. പൂർണ്ണ വളർച്ച എത്തിയത് കൊണ്ട് ആട്ടത്തിനും ചാട്ടത്തിനും യാതൊരു കുറവുമില്ല. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.